വേസ്റ്റ് മെറ്റീരിയൽ എല്ലാ കാലത്തും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത്, വിശ്വസിച്ച് ഉപയോഗിക്കാൻ പറ്റുന്നത് മറൈൻ പ്ലൈവുഡാണ്. ഇന്ന് സംസാരിക്കാൻ പോകുന്നത് 710 BWP മറൈൻ പ്ലൈവുഡുകളെ കുറിച്ചാണ്. അത് ഫെറോപ്ലൈ ഇമ്പീരിയൽ എന്നാണ് ഇതിൻ്റെ പേര്. ലൈഫ് ടൈം വാറണ്ടിയാണ്. ഇത് 710 മറൈൻ പ്ലൈവുഡ് ഫുൾ ഗർജൻ. ഇതിൻ്റെ പ്രൈസ് ഒന്ന് പറഞ്ഞുതരാം. ഇനി അടുത്ത പ്രോഡക്റ്റ്. നമസ്കാരം. പലരും ചോദിച്ചിട്ടുള്ളൊരു സംഗതിയാണ്, ഇൻറ്റീരിയറിന് ഏറ്റവും ബെസ്റ്റായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന മെറ്റീരിയൽ എന്താണെന്ന്. 290 മുകളിൽ വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൽ നമ്മൾ തുടങ്ങിയ കാലത്ത് 4-5 വീഡിയോ എടുത്തു കഴിഞ്ഞപ്പോൾ എടുത്ത ഒന്നായിരുന്നു മറൈൻ പ്ലൈവുഡുകളെ കുറിച്ച്. മറൈൻ പ്ലൈവുഡുകളെ കുറിച്ച് 2-3 വീഡിയോ ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൽ പ്രധാനമായിട്ട് അന്ന് പറഞ്ഞിട്ടുള്ളതാണ്, വേസ്റ്റ് മെറ്റീരിയൽ എല്ലാ കാലത്തും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത്, വിശ്വസിച്ച് ഉപയോഗിക്കാൻ പറ്റുന്നത് മറൈൻ പ്ലൈവുഡാണ്. പക്ഷേ മറൈൻ പ്ലൈവുഡ് എന്ന് പറയുന്ന സാധനം എല്ലാം മറൈൻ ആണോ എന്ന് ചോദിച്ചാൽ അല്ല. മറൈൻ അല്ലാതെ കൊടുക്കുന്ന പ്ലൈവുഡുകളുണ്ട് മറൈൻ എന്ന പേരിൽ. അത് കസ്റ്റമറുടെ ബോധ്യമാണ്. അത് നിങ്ങൾക്ക് നിങ്ങളുടെ ആർക്കിടെക്റ്റ് അല്ലെ ഇൻറ്റീരിയർ ഡിസൈനർ അല്ലെന്നുണ്ടെങ്കിൽ ചെയ്യുന്ന കാർപ്പൻ്റർ ചേട്ടന്മാരൊക്കെ കൃത്യമായിട്ട് പറഞ്ഞു തരും. അത് കൃത്യമായിട്ട് എടുക്കുക എന്നുള്ളതാണ് ഒരു കസ്റ്റമർ ചെയ്യേണ്ട ഏറ്റവും വലിയ കാര്യം. ഇന്ന് കാണിക്കാൻ പോകുന്നത് ഇത്രയും കാലം ചെയ്തപ്പോൾ ഒരു 2 വർഷം കഴിഞ്ഞ് മറൈൻ പ്ലൈവുഡിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ കൂടെ പറയണമെന്ന് തോന്നി. അങ്ങനെ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് 710 BWP മറൈൻ പ്ലൈവുഡുകളെ കുറിച്ചാണ്. അതിനായിട്ട് വന്ന് നിൽക്കുന്നത് ഫെറോപ്ലൈയിലാണ്. എൻ്റെ ഒപ്പം അതിൻ്റെ ഓണർ സബൂക്കിയുണ്ട്. നമുക്ക് അവരുമായിട്ട് നേരിട്ട് സംസാരിക്കാം. ഞാനാ ജയശങ്കർ, ഹോം ആൻഡ് കമേഴ്ഷ്യൽ ഇന്ത്യയുടെ കൺസൾട്ടൻറ്റ്. ഡോക്ടർ ഇന്ത്യൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമുക്ക് അദ്ദേഹത്തുമായിട്ട് നേരിട്ട് കാണാം കേട്ടോ. നമസ്കാരം. ഫെറോ എനിക്ക് തോന്നുന്നത് ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതൽ കേൾക്കുന്നത് നിങ്ങളുടെ ഫെറോ ഡോറ അല്ലേ? പ്ലൈവുഡ് ഇൻഡസ്ട്രിയിൽ എത്ര കാലമായിട്ടുണ്ട്? നമ്മൾ ആക്ച്വലി 1990 മുതൽ നമ്മൾ പ്ലൈവുഡ് മാനുഫാക്ചറാണ് ഇൻഡസ്ട്രിയിലേക്ക് വരുന്നത്. പിന്നെ കുറച്ച് കാലത്തേക്ക് നമ്മൾ ഡോസിലേക്ക് ഫോക്കസ് ചെയ്തു, പ്രൊജക്റ്റിലേക്ക് ഫോക്കസ് ചെയ്തു. നമ്മൾ കുറച്ച് കാലത്തിന് ശേഷം ഇപ്പം വീണ്ടും പ്ലൈവുഡിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ്. നമ്മൾ അറിയപ്പെടുന്ന തന്നെ ഫെറോപ്ലൈ എന്നൊരു ഫെറോപ്ലൈൻ്റെ ഡോറ് അല്ലെങ്കിൽ ഫെറോൻ്റെ ഡോറ് എന്നുള്ളൊരു കോൺസെപ്റ്റ്. ഫെറോ ഡോർ എനിക്ക് തോന്നുന്നത് ഒരുവിധപ്പെട്ട ആൾക്കാർക്ക് ഫുള്ള് ഫെമിലിയർ ആയിട്ടുള്ള ഒന്ന് തന്നെയാണ്. അപ്പോൾ അവിടെയാണ് നമ്മൾ വീണ്ടും തിരിച്ചു വന്നിരിക്കുന്നത്. പ്ലൈവുഡിനെ കുറിച്ച് ഞാൻ ആദ്യം പറയായിരുന്നേ, ഞാൻ തുടങ്ങിയ സമയത്ത് പ്ലൈവുഡിൻ്റെ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഈ മറൈൻ പ്ലൈവുഡിനെ കുറിച്ച് പറയുമ്പോഴത്തേക്കും പലപ്പോഴും പലർക്കും സംശയമുണ്ട് മറൈൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളതിനെക്കുറിച്ച്. അതിൽ തന്നെ ഗ്രേഡുകളെക്കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ നമ്മൾ ശരിക്കും വിൽക്കുന്നത് 710 മറൈൻ പ്ലൈവുഡാണ്. BWP നമ്മൾ ഇപ്പം ഫോക്കസ് ചെയ്യുന്നത് 710 മറൈൻ പ്ലൈവുഡിൽ. വേറെ കൊമേഴ്ഷ്യൽ ഒന്നും നമ്മളിപ്പോൾ ചെയ്യുന്നില്ല, BWR ചെയ്യുന്നില്ല. അപ്പോൾ അതിൽ ഏറ്റവും നമുക്കിപ്പോൾ ഞാൻ ആദ്യം തന്നെ വീഡിയോസ് എടുക്കുന്ന സമയത്ത് പറഞ്ഞിരുന്നു, മറൈൻ പ്ലൈവുഡ് തന്നെ അതിൻ്റെ ഗ്രേഡ് അനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും. അതിൽ ഗർജൻ എന്ന് പറയുന്ന മരം കൊണ്ടുണ്ടാക്കുന്ന ഫുൾ ഗർജൻ എന്ന് പറയുന്ന മരം വെച്ചുണ്ടാക്കുന്ന പ്ലൈവുഡ് ഉണ്ട്. അതിൻ്റെ എക്കണോമിക് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ഉണ്ട്. നമുക്ക് ഫുൾ ഗർജൻ, അതായത് ഗർജൻ എന്ന് പറയുന്ന മരത്തിലുണ്ടാക്കുന്ന പൂർണ്ണമായിട്ട് അതിച്ചേരിക്കുന്ന പ്ലൈവുഡിൽ തുടങ്ങാം. ഓക്കെ, ഇത് തൊട്ട് പറഞ്ഞാട്ടെ. ഇതാണ് നമ്മളെ സുപ്പീരിയർ പ്രോഡക്റ്റ്. ഓക്കെ, 100% ലോങ് കോർ പ്ലൈവുഡ്, ലോങ് കോർ ഗർജൻ. അതായത് ഗർജൻ തന്നെ മാത്രമേ ഉള്ളൂ. ലോങ് കോർ ഗർജൻ കോറും ഗർജൻ ഫേസും ആണ് നമുക്ക് വരുന്നത്. ഇതിൻ്റെ പേര് ഇമ്പീരിയൽ എന്നാണ്. ഫെറോപ്ലൈ ഇമ്പീരിയൽ എന്നാണ് ഇതിൻ്റെ പേര്. ഇതിൽ പ്രധാനമായിട്ടും പറയേണ്ട അല്ലെങ്കിൽ കസ്റ്റമർ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഇവിടെ തന്നെ നിങ്ങൾ എഴുതിയിട്ടുണ്ട്. 100% ഗർജനാണ്, ബോയിലിംഗ് വാട്ടർ പ്രൂഫാണ്, ഡബിൾ കാലിബ്രേറ്റഡ് എന്ന് പറഞ്ഞാൽ പലർക്കും സംശയമാണേ. കാലിബ്രേറ്റഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഏത് സൈഡ് അളന്നാലും ഒരേ തിക്നെസ് ആയിരിക്കും മെയിൻറ്റെയിൻ ചെയ്യുക. അങ്ങനെ തന്നെ അല്ലേ? ചെറിയൊരു ടോളറൻസ് ഉണ്ടോ, ചെറിയ വ്യത്യാസം, കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. അതെ. സ്പെസിഫിക്കേഷൻ പറയുന്നത് അങ്ങനെയാണെന്ന് പറയാം. ISI സ്പെസിഫിക്കേഷൻസ് എന്ന് പറഞ്ഞാൽ 18 mm എന്ന് പറഞ്ഞാൽ അതിൽ 18.2 മുകളിൽ ഉണ്ടാവാനും പാടില്ല, 17.8 താഴെ ഉണ്ടാവാനും പാടില്ല. അതാണ് യഥാർത്ഥ സ്പെസിഫിക്കേഷൻ. തിക്നെസ് എന്ന് പറഞ്ഞതാ ഈ സൈഡ് തിക്നെസ് ആണ് വരുന്നത്. ആ സൈഡ് തിക്നെസ് അളക്കുന്നത് പലരും ടേപ്പ് കൊണ്ടാണ്. ടേപ്പ് കൊണ്ടല്ല അളക്കേണ്ടത്. വെർണിയർ കാലിപ്പേഴ്സ് എന്ന് പറയുന്ന വെർണിയർ വെച്ച് തന്നെ ഇത് അളക്കേണ്ടതാണ്. എന്നാൽ മാത്രമേ ചെയ്യുള്ളൂ. യെസ്. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അളക്കുമ്പോഴത്തേക്കും നല്ല വേരിയേഷൻസ് വരും. അത് മാത്രം വെച്ചളക്കുക. ഇതൊരു നിങ്ങൾ കസ്റ്റമർ അറിഞ്ഞിരുന്ന കാര്യം മാത്രമേ നമ്മളിവിടെ പറയുന്നുള്ളൂ. പിന്നെ ഇതിപ്പോൾ BWP ആണല്ലോ, ബോയിലിംഗ് വാട്ടർ പ്രൂഫ് ആണ്. 710 മറൈൻ ഗ്രേഡ്. ഓക്കെ, ഇത് നമ്മൾ വാറണ്ടി നമ്മൾ ഇതിൽ തന്നെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. 700% മണി ബാക്ക് വാറണ്ടി ആണ്. 40 years ലൈഫ് ടൈം വാറണ്ടിയാണ്. 40 വർഷത്തും ലൈഫ് ടൈം വാറണ്ടിയാണ് കൊടുക്കുന്നത്. ഇത് 40 years നമ്മൾ ലൈഫ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇതിൽ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഇതിൻ്റെ ഏകദേശ പ്രൈസ് കസ്റ്റമർക്ക്, അതായത് ഞാനിത് വാങ്ങിക്കുകയാണെങ്കിൽ എനിക്ക് തരുന്ന പ്രൈസ് എന്ന് പറയാൻ പറ്റുമോ? നമുക്ക് പ്രൈസ് ഒരിക്കലും ഒരു ഫിക്സ്ഡ് പ്രൈസ് വരാൻ പറ്റില്ല. നമ്മളൊരു MRP എന്ന രീതിയിൽ നമുക്ക് അത് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ.
മാക്സിമം പ്രൈസ് വരിക സ്ക്വയർ ഫീറ്റ് 160 rupees ആണ്. 160 rupees. മാക്സിമം. ഇത് യഥാർത്ഥത്തിൽ ഇവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് മാനുഫാക്ചേഴ്സ് ആണ്, ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആണ്, ഡീലർ ത്രൂ ആണ് നിങ്ങൾക്ക് കിട്ടുക. പലപ്പോഴും നമ്മുടെ വീഡിയോസിൽ ഞാനിപ്പോൾ അദ്ദേഹത്തോട് പറയുമായിരുന്നു നമുക്ക് റേറ്റ് കൊടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ ഈസി ആയിട്ട് റേറ്റ് പറയാം എന്ന് പറഞ്ഞ് ഒരു ഏകദേശം MRP ആണ് നമ്മളിപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇത് ഫുൾ ഗർജൻ പ്ലൈവുഡ് ആണ്. ഫുൾ ഗർജൻ പ്ലൈവുഡ് ആണ്. നോർമലി ഫുൾ ഗർജൻ അല്ല, ലോങ് കോർ വെച്ച് 0.05 mm പേസ് വിനർ വെച്ച് ചെയ്യുന്നതാണ് പ്രൊഡക്റ്റ് ആണ്. യെസ്, ഇതിനകത്ത് കട്ട് ചെയ്താൽ നമുക്ക് സീറോ ഗ്യാപ്പ് പ്ലൈവ് എന്ന് നമുക്ക് ഇതിനെ വിളിക്കാം. അതെ, സീറോ കോർ ഗ്യാപ്പ് ആയിരിക്കും. സീറോ കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. ചെറിയ പിൻ ഹോൾ ഗ്യാപ്പ് ഒക്കെ വരാം, പക്ഷെ അതൊരു കോർ ഗ്യാപ്പ് ഒന്നും പറ്റില്ല. പക്ഷെ വലിയ രീതിയിലുള്ള കോർ ഗ്യാപ്പുകളോ പിന്നെ കട്ട് ചെയ്താൽ ഫേസ് കട്ട് ചെയ്ത ഭാഗം ഫേസ് ലെയർ ഗ്യാപ്പുകളോ ഫേസ് പടർന്നു അല്ലെങ്കിൽ ചിപ്പായി പോകുന്ന പരിപാടിയൊന്നും 0.5 mm ഫേസ് ആകുമ്പോൾ വരുന്നില്ല. ഓക്കെ, ഈ കോർ ഗ്യാപ്പിന്റെ കാര്യം കൂടെ പറയാം. സ്പെസിഫിക്കേഷൻ ISA സ്റ്റാൻഡേർഡിൻ പ്രകാരം സ്പെസിഫിക്കേഷൻ പ്രകാരം 3 സെന്റിമീറ്റർ വരെ പാടുള്ളൂ എന്നാണ്. എനിക്ക് തോന്നുന്നത് അതിൽ താഴെ ആയിരിക്കും നമ്മുടെ കോർ ഗ്യാപ്പ് വരിക. ഇനി ഇപ്പം നമ്മൾ പറഞ്ഞ ഈ പ്രൊഡക്റ്റിനെ കുറിച്ചാണ് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക. ഇത് 710 മറൈൻ പ്ലൈവുഡ് ഫുൾ ഗർജൻ. ഗർജൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ തേക്ക് എന്ന് പറയുന്ന പോലെ ഇന്തോനേഷ്യയിൽ അല്ലേ? ഇന്തോനേഷ്യ, ബർമ്മ, എനിക്ക് തോന്നുന്നു നല്ല ഗർജൻ കിട്ടുന്ന ഇന്തോനേഷ്യയിലാണ് ഗർജൻ കൂടുതലായിട്ട് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ലെയേഴ്സ് ആയിട്ട് വിനീസ് ആയിട്ടാണ് വരിക. അതിവിടെ കൊണ്ടുവന്ന് നമ്മൾ ഹൈഡ്രോളിക് നമ്മൾ അവിടുന്ന് മാനുഫാക്ചർ ചെയ്ത് വരികയാണ്. ഓക്കെ, ശരി. അത് നമ്മൾ ഹോട്ട് പ്രസ്സിൽ ഇത് മാത്രം. അത് അവിടെ യൂസ് ചെയ്യുന്ന ടെക്നോളജിയും അവിടെ യൂസ് ചെയ്യുന്ന ഒരു മാൻ പവർ സ്കില്ലും അത് ഡിഫറെൻ്റ് ആണ്. അതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് തന്നെ മാനുഫാക്ചർ ചെയ്തിട്ടാണ് കൊണ്ടുവരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ അത്രയും കമ്പാരിറ്റീവ്ലി ഫുൾ ഗർജനെക്കാട്ടിലും കുറച്ചുകൂടി പ്രൈസ് ഹൈക്ക് വരുന്നത്. ഇനി അടുത്ത പ്രോഡക്റ്റ്, ഇതിൻ്റെ തൊട്ട് താഴെ നമുക്ക് കുറച്ചുകൂടെ എക്കണോമിക്കലി, അതായത് കുറച്ച് ബഡ്ജറ്റ് കുറച്ച് എടുക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ്. നമ്മളെ കേസിൽ ഇതൊരു എക്കണോമിക് അല്ലെങ്കിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി പ്രൊഡക്റ്റ് അല്ല. ആക്ച്വലി ഇതാണ് നമ്മളെ പ്രീമിയം പ്രൊഡക്റ്റ്. ഓ ശരി, അതിന്റെ ഡീറ്റെയിൽസ് ഒന്ന് പറഞ്ഞാട്ടെ. അതായത് ഇതും നമ്മൾ ലൈഫ് ടൈം വാറന്റി കൊടുക്കുന്ന 500% മണി ബാക്ക് വാറന്റി കൊടുക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. ക്യാപ്റ്റൻ ഫെറോപ്ലൈ ക്യാപ്റ്റൻ ആണ് ഇതിന്റെ പേര് അല്ലേ? ക്യാപ്റ്റൻ പണ്ടേ ഉള്ള ഒരു പേരാണ് ഫെറോപ്ലൈ ക്യാപ്റ്റൻ. ഓക്കെ, അന്നൊരു ഫാൻ ബേസ് ഉള്ള ഒരു പ്രൊഡക്റ്റ് ആയിരുന്നു ഫെറോപ്ലൈ ക്യാപ്റ്റൻ. അതും ഈ പറഞ്ഞ പോലെ ഈ ISAയുടെ കാര്യം പറയുമ്പോൾ പലരും ചോദിക്കാറുണ്ട്, നിങ്ങൾക്ക് തെറ്റിപ്പോയത് ISI ISO എല്ലാവർക്കും അറിയാമായിരിക്കും. ഇത് നമ്മുടെ BISന്റെ അണ്ടറിൽ അവർ കൊടുക്കുന്ന ഒരു സർട്ടിഫിക്കേഷനാണ്. എല്ലാ 6 മാസം കൂടുമ്പോഴും അല്ലെ 11 മാസം കൂടുമ്പോൾ ഇതിൻ്റെ കൃത്യമായിട്ടുള്ള ഓഡിറ്റ് ഉണ്ടാവും. ഈ ഓഡിറ്റിംഗ് ബോഡി ഇവിടെ വന്ന് ഇവരുടെ തിക്നെസ് വരെ എടുത്തിട്ടാണ് ഇത് കൊടുക്കുക. അല്ലെന്നുണ്ടെങ്കിൽ ഇത് കിട്ടില്ല. ഇത് പോയി കഴിഞ്ഞാൽ 2 മാസം കഴിഞ്ഞിട്ട് അപ്ലൈ ചെയ്യാൻ പോലും പറ്റുള്ളൂ. അതാണ് അവസ്ഥ. ഡീലേഴ്സിന് വരെ ചില കേസിൽ പ്ലൈവുഡ് എടുത്തുകൊണ്ട് ടെസ്റ്റ് ചെയ്ത് അവർ മാർക്കറ്റ് സാമ്പിൾ ഇതിനകത്ത് സ്വാഭാവികമാണ്. ഇനി ഇതും ഈ പറഞ്ഞ പോലെ ഗർജനുണ്ട്, ബോയിലിംഗ് വാട്ടർ പ്രൂഫാണ്, ഡബിൾ കാലിബ്രേറ്റഡ്, ബോറർ പ്രൂഫ് ആൻഡ് ടെർമൈറ്റ് റെസിസ്റ്റന്റും കൂടിയാണ് അല്ലേ? അതും ബോറർ പ്രൂഫ് ആൻഡ് ഇതും പ്രൂഫാണ്. പക്ഷേ നമുക്ക് 100% ടെർമൈറ്റ് വാറന്റി ഒരു പ്രൊഡക്റ്റിനും കാര്യം തടി കൊണ്ട് ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റ് ആണല്ലോ, അതൊക്കെ ഡിപ്പെൻസ് ആണല്ലോ വരിക. ഇനി ഇതിൽ വരുമ്പോഴത്തേക്ക് ഞാൻ ചോദിച്ചോട്ടെ, ഇതിൽ നമ്മൾ പലർക്കും സംശയമുള്ളതുകൊണ്ടാണ് ഇത് പ്രസ് ചെയ്യുന്ന സാധനം നമ്മുടെ ഫിനൈൽ ഫോമാൽഡിഹൈഡ് എന്ന് പറയുന്ന പശയാണ്. പലപ്പോഴും പലർക്കും ഡൗട്ടുള്ളതാണ്. ഫിനോളാണ് ഉപയോഗിക്കുന്നത്. അത്ര ഹാർഡായിട്ട് പലരും ഈ ലെയർ ഇളകി പോകുന്നതെന്നൊക്കെ പറയാം. കൊമേഴ്ഷ്യൽ പ്ലൈവുഡ് യൂസ് ചെയ്യുന്നതുകൊണ്ടാണ്. ഈ 710 അങ്ങനെ ഒരു പ്രോബ്ലം നമുക്ക് പറയാൻ സാധിക്കത്തില്ല. ബെസ്റ്റ് മെറ്റീരിയലാണ്, ബെസ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കും. അങ്ങനെ തന്നെ അല്ലേ? അതുകൊണ്ടാണ് പ്രൈസ് നിങ്ങൾ എടുത്തത്. അതെ, പ്രൈസ്. ഇതിൻ്റെ പ്രൈസ് ഒന്ന് പറഞ്ഞുതരാം. ഇതിൻ്റെ പ്രൈസ് വരുമ്പോൾ MRP വരുമ്പോൾ ഒരു 145 MRP വരുന്നത്. ഇത് 8x4 സൈസിലാണ് വരുന്നത്. ഇതിൻ്റെ ഞങ്ങൾ പറയുന്ന നമ്മൾ പറയുന്ന 18 mm പ്രൈസ് അല്ലേ പറയുന്നത്? 16 16 mm. ഓക്കെ, ഇതിൻ്റെ നമ്മളിപ്പോൾ പറഞ്ഞ റേറ്റ് അതിൽ ഇൻറ്റു 32 കണക്കാക്കി നിങ്ങൾക്ക് ഒരു ഷീറ്റിൻ്റെ പ്രൈസ് കിട്ടും കേട്ടോ. നമ്മൾ പറയുന്ന 8x4 16 mm റേറ്റ് ആണ് പറഞ്ഞത്. കാര്യം 16 mm റേറ്റ് പ്ലസ് ലാമിനേഷൻ, അങ്ങനെയാണ് നമ്മളൊരു പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്യാൻ ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ എല്ലാവരും സ്റ്റാൻഡർഡൈസ് ചെയ്ത് 16 mm പറയുന്നത്. ഇത് തിക്നെസ് വരുമ്പം 6 ഉണ്ട്, 6 ഉണ്ട്, 9 ഉണ്ട്, 12 ഉണ്ട്, 16 ഉണ്ട്, 18 ഉണ്ട്. ഓക്കെ, ഇനി അടുത്ത പ്രോഡക്റ്റ് പ്ലാറ്റിനം. ഇത് കമ്പാരിറ്റീവ്ലി ബഡ്ജറ്റ് ഫ്രണ്ട്ലി പ്രോഡക്റ്റ് ആണ്. ഇതിന് നമ്മൾ 25 years വാറന്റി കൊടുക്കുന്നുണ്ട്. 300% മണി ബാക്കിംഗ് കൊടുക്കുന്നുണ്ട്. സെയിം സ്പെസിഫിക്കേഷൻ ഉള്ളതാണ്. BWP IS 910 മറൈൻ പ്ലൈവുഡ്. ഓക്കെ, ഇതിന്റെ റേറ്റ് എത്ര വരുന്നുണ്ട്? ഇതിന് നമുക്ക് റേറ്റ് 125 to 130 വരുന്നുണ്ട് MRP. ഇതിൽ ലാമിനേറ്റ്, പലരും ലാമിനേറ്റ് ഉപയോഗിക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ലാമിനേറ്റ് അങ്ങനെയുള്ള പ്രൊഡക്റ്റ് ഉണ്ടോ? നമുക്ക് ലാമിനേറ്റ് നമ്മൾ ട്രേഡ് ചെയ്യുന്നുണ്ട്. അതായത് ലൈനർ ലാമിനേറ്റ്, ലൈനർ ഗേഡ് ലാമിനേറ്റ്സ് മാത്രം. ഫെറോ ലാം എന്ന പേരിലാണ് അത് കൊടുക്കുന്നത്. അത് എന്തിനാ കൊടുക്കുന്നത് വെച്ചാൽ നമ്മൾ പ്ലൈവുഡ് നമ്മൾ ഒരു കസ്റ്റമർ എടുത്താൽ ഒരു സൈറ്റിലേക്ക് വിസിറ്റ് ചെയ്യാൻ പോകുമ്പോൾ കണ്ടുവരുന്ന വേറൊരു ടൈപ്പ് കംപ്ലയിൻസ് ആണ് ബബിൾസ്.
അതായത് അത് ശരിക്കും കാലിബ്രേറ്റഡ് പ്ലൈ ആകുമ്പോൾ പ്ലൈവുഡിന്റെ ഇഷ്യൂസ് വരും. പിന്നെ വരുന്ന അണ്ടർ തിക്നെസ് ലാമിനേറ്റ് ഉപയോഗിക്കുമ്പോൾ അല്ലെങ്കിൽ ഫെനോൾ അല്ലാത്ത ലാമിനേറ്റ്സ് ഉപയോഗിക്കുമ്പോൾ ലാമിനേറ്റിന്റെ പശന്റെ പക്ഷെ അത് കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു കാർപ്പന്ററെ സംബന്ധിച്ചിടത്തോളം അത് അവർ പ്ലൈവുഡിന്റെ മേലിലേക്കാണ് പ്രൊഡക്റ്റിന്റെ പ്ലൈവുഡിന്റെ ലാമിനേറ്റിന് പോലും പറയില്ല. കാരണം പ്ലൈവുഡിന്റെ ലാമിനേറ്റ് തന്നെ നമുക്ക് പല തിക്നെസ്സിൽ പല ഗ്രേഡിൽ അതായത് 0.7 ലൈനർ ലാമിനേറ്റ് തന്നെ പല ഗ്രേഡിൽ നമുക്ക് മാർക്കറ്റിൽ പല ക്വാളിറ്റിയിൽ 400 rupees മുതൽ നമുക്ക് കിട്ടുന്നുണ്ട്. കാണാൻ ഒരേ മതിരായിരിക്കും. നമുക്ക് ആ തിക്നെസ് പോരുന്ന മീൻസ് മാനുഫാക്ചറിങ് ചെയ്യുന്ന ആളുകൾക്ക് പോലും അത് കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത തിക്നെസ് വേരിയേഷൻസ് വരാം. അതുകൊണ്ട് നമ്മൾ 0.72 ആക്ച്വൽ അതായത് ലൈനർ ഗ്രേഡിൽ നമ്മൾ വാറന്റിയോട് കൂടെ കൊടുക്കുന്ന പ്രൊഡക്റ്റാണ് അണ്ടർ തിക്നെസ്സിന്. അതായത് 0.7 അടിയിൽ വരുന്ന ലാമിനേറ്റ്, ഫെനോൾ കംപ്ലൈന്റ്, പിന്നെ ഡിലാമിനേഷൻ, അത് നമ്മൾ 100% മണി ബാക്ക് വാറന്റി കൊടുക്കും. ഒരു ഷീറ്റിന് പകരം നമ്മൾ 2 ഷീറ്റ് ലാമിനേറ്റ് 0.7. ഇത് നമ്മൾ മണി ബാക്ക് വാറന്റി കൊടുക്കുന്ന എൻറ്റയർ പ്രോഡക്റ്റ് ലാമിനേറ്റിന് കൊടുക്കും, കാർപ്പൻട്രി വർക്കിന് കൊടുക്കും, പ്ലൈവുഡിന് കൊടുക്കും. അതായത് അതിന്റെ ഒരു 3 ഇരട്ടി 5 ഇരട്ടി 7 ഇരട്ടി അതാണ് നമ്മൾ കസ്റ്റമർക്ക് കൊടുക്കുന്ന ഒരു അഷുറൻസ്. അപ്പം ലാമിനേറ്റ് കൂടി 0.7 നമ്മളുടെ ആകുമ്പോൾ 100% നമ്മളെ പ്രൊഡക്റ്റ് ആയി. പിന്നെ അടുത്ത സൈഡ് 0.8 1 mm ആണ് അവരെന്തായാലും നോർമലി യൂസ് ചെയ്യുക. 0.8 1 mm മാർക്കറ്റിൽ ഇപ്പം ഫെനോൾ അല്ലാത്ത ലാമിനേറ്റ്സ് അവൈലബിൾ അല്ല. അതുകൊണ്ട് പിന്നെ അങ്ങനത്തെ കംപ്ലൈൻറ്റ്സ് പ്രോബ്ലം വരുന്നില്ല. ഇതിലൊരു കാര്യം ചോദിച്ചോട്ടെ, നമ്മളിപ്പോൾ ഇത്ര നേരം പറഞ്ഞു നമ്മുടെ വാറന്റിയെ കുറിച്ചൊക്കെ പറഞ്ഞു. വാറന്റി എങ്ങനെ ഒരു കസ്റ്റമർക്ക് കൊടുക്കുക? ബൈ ലെറ്റർ അല്ലെങ്കിൽ എങ്ങനെയാണ്? ബൈ ലെറ്റർ ആണ് നമ്മൾ വാറന്റി പ്രൊവൈഡ് ചെയ്യുക. ലെറ്റർ പാഡിൽ അവരുടെ പേരും നോർമൽ കേസിൽ നമ്മൾ അവരുടെ സൈറ്റിൽ പോയിട്ട് വിസിറ്റും കാര്യങ്ങളൊക്കെ ചെയ്യാം. അവർ വേറെ പ്ലൈവുഡ് യൂസ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് നമ്മളെ സ്റ്റാഫ് വന്ന് ചെക്ക് ചെയ്തിട്ട് അവർക്ക് ഒരു പർട്ടിക്കുലർ ടൈം പീരീഡിനുള്ളിൽ നമ്മളത് അവർക്ക് വാറന്റി ഇഷ്യൂ ചെയ്ത് കൊടുക്കും. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ബേസിക് സാധനം. പലപ്പോഴും പലരും ചോദിക്കാറുണ്ട്, ഞങ്ങളുടെ ഇൻറ്റീരിയർ ഫേം അല്ലെങ്കിൽ ഇവരെടുത്ത് ഒരു ജോബ് വർക്ക് യൂണിറ്റിലോട്ട് കൊടുക്കുമ്പോഴത്തേക്കും അതേ പ്രോഡക്റ്റ് ആണോ എന്ന് എങ്ങനെ തിരിച്ചറിയുന്നത്? സിമ്പിളാണ്. അതിനെല്ലാത്തിനും ഒരു വാറണ്ടി അല്ലെങ്കിൽ ഗ്യാരണ്ടി അഷ്യൂർ ചെയ്യുന്നുണ്ട്. ആ ലെറ്റർ വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ പേരിലായിരിക്കും അത് ഇഷ്യൂ ചെയ്യുന്നത്. അങ്ങനെ തന്നെയല്ലേ കസ്റ്റമറുടെ പേരിൽ ഏത് പ്രോഡക്റ്റ് ഇഷ്യൂ ചെയ്യുന്നു അതാണ് യഥാർത്ഥത്തിലുള്ള പ്രോഡക്റ്റ്. സോ അത് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഒരു പ്രോഡക്റ്റ് ചെയ്യുമ്പോഴത്തേക്കേ പലർക്കും ഉള്ള ചില ഡൗട്ട്സാണ് നമ്മളിന്ന് ക്ലിയർ ചെയ്തത്. ഓരോ പ്രോഡക്റ്റിനെ കുറിച്ച് ഇപ്പോൾ പ്രത്യേകിച്ച് മറൈൻ പ്ലൈവുഡ് പലരും ചോദിക്കാറുണ്ട്, മറൈൻ പ്ലൈവുഡ് ആണോ, PVC ആണോ, WPC ആണോ, MDF ആണോ, HDF ആണോ, ഇതാണോ നല്ലതെന്ന്? ഡിപ്പെൻസ് അല്ലേ? ഡിപ്പെൻസ്. ഒറ്റ വാക്കിൽ അത് അങ്ങനെ തന്നെ പറഞ്ഞ് അവസാനിപ്പിക്കും. ചിലപ്പം വ്യൂവേഴ്സ് വിചാരിക്കും നമ്മൾ പ്ലൈവുഡിനെ കുറിച്ച് മാത്രമാണ് പറയാന്നുള്ളത്. രണ്ടിനും നെഗറ്റീവ്സ് ഉണ്ട്, എല്ലാത്തിനും നെഗറ്റീവ്സ് ഉണ്ട്, എല്ലാത്തിനും അതിനായ പോസിറ്റീവ്സ് ഉണ്ട്. നമ്മൾ ഒരിക്കലും ഒരു പ്രൊഡക്റ്റ് 100% അതൊന്നും നമ്മൾ ഒരിക്കലും പറയില്ല. അത് നിങ്ങളുടെ ഉപയോഗിക്കുന്ന സ്ഥലം, പിന്നെ അവിടുത്തെ സാഹചര്യം, ഏറ്റവും പ്രധാന സംഗതിയുണ്ട് ഇത് ഉപയോഗിക്കുന്ന ആൾക്കാർ, അതായത് വർക്ക്മാൻഷിപ്പ്. എല്ലാ വീഡിയോസിലും തുടർച്ചയായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന വർക്ക്മാൻഷിപ്പ്, അതും കൃത്യമായി മാത്രമേ ഈ പ്രോഡക്റ്റ് അൾട്ടിമേറ്റ്ലി ടോട്ടലി അത് ക്ലിയർ ആവുകയുള്ളൂ. അപ്പോൾ ഇതാണ് എല്ലാവരുടെ കോൺട്രിബ്യൂഷൻ വരുമ്പോഴാണ് ഒരു 100% ടോട്ടാലിറ്റി കിട്ടുള്ളൂ. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. പറഞ്ഞത് മറൈൻ പ്ലൈവുഡുകളെ കുറിച്ചാണ്. മറൈൻ പ്ലൈവുഡിൻ്റെ തന്നെ അതെങ്ങനെ ഏത് രീതിയിൽ എന്നതിനെക്കുറിച്ചാണ്. അതിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ് പരിചയപ്പെടുത്തിയത്. ഇവരുടെ ഡീറ്റെയിൽസ്, ബാക്കിയുള്ള ഫോൺ നമ്പർ കാര്യങ്ങൾ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം, നിങ്ങൾക്ക് നേരിട്ട് വിളിക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു തന്നത്. ഓക്കെ, താങ്ക് യു സോ മച്ച്. എല്ലാ വീഡിയോസും ഇതുപോലെ തന്നെ ആയിരിക്കട്ടെ. ഒരു ഇൻഫോർമേറ്റീവ് എന്നതിലുപരി പ്രൊഡക്റ്റ് കാണിക്കുമ്പോഴത്തേക്കും ഒരു കസ്റ്റമർ, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ എൻ്റെ കമൻറ്റ് ബോക്സിൽ തെരുതരെ വന്നിരിക്കുന്ന ഒന്നിൻ്റെ ഒരു സംശയമാണ് ഇന്ന് നിവാരണം വരുത്തിയതെന്ന് വിചാരിക്കുന്നു. ഇത് ഡയറക്റ്റ് കസ്റ്റമറിലോട്ട് എത്തിക്കുകയല്ല കേട്ടോ. ഇവർ ഡീലർ ത്രൂ ആണ് ബിസിനസ് ചെയ്യുന്നത്. പിന്നെ ചെയ്യുമ്പോഴത്തേക്കും നമ്മളൊരു മാനുഫാക്ചറിങ് കമ്പനി വന്ന് ചെയ്യുമ്പോഴത്തേക്കും പറയുമ്പോഴത്തേക്കും പലരും തെറ്റിദ്ധരിക്കരുത്, ഡയറക്റ്റ് കസ്റ്റമറിലേക്കാണെന്ന്. നിങ്ങൾക്ക് എവിടെയും നിങ്ങൾക്ക് ഡീലറെ അവൈലബിൾ ആണ്. അത് ഞാൻ ഇവരുടെ നമ്പർ കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞില്ല, അതിൽ വിളിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ അടുത്തുള്ള നിയർ ബൈ ആയിട്ടുള്ള ഡീലറെ അവർ പറഞ്ഞു തരും. ഡീലർ ത്രൂ ആയിരിക്കും നിങ്ങളിലോട്ട് ഈ പ്രോഡക്റ്റ് എത്തുക. പിന്നെ ഇപ്പം നമ്മൾ പറഞ്ഞത് നോക്കുമ്പോഴത്തേക്ക് എല്ലാം BWP 710 വരുന്നത് ഏകദേശം എബോവ് 100 മുകളിലാണെന്നുണ്ടെങ്കിൽ ഇതിൽ തന്നെ ബിലോ 100 വരുന്ന മറൈൻ പ്ലൈവുഡുകൾ അവൈലബിൾ ആണ്. ഉടനെ തന്നെ എനിക്ക് തോന്നുന്നു ഒരു മാസത്തിനകത്ത് ആ പ്രോഡക്റ്റ് ഇറങ്ങും. അതും നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അത് നമ്മൾ ഇവിടെ വെച്ചിട്ടില്ല, അത് വരുന്നതേ ഉള്ളൂ. അത് ടെസ്റ്റിങ്ങിനൊക്കെ കിടക്കുകയാണ്. അപ്പോൾ ടെസ്റ്റ് കഴിഞ്ഞതിന് ശേഷം, ഞാൻ പറഞ്ഞില്ല ഇതെല്ലാം ടെസ്റ്റ് കഴിഞ്ഞതിന് ശേഷമാണ് കസ്റ്റമറിലോട്ട് വരിക. അപ്പോൾ അതിനായിട്ട് ഇട്ടിരിക്കുകയാണ്. അപ്പോൾ വീണ്ടും കാണാം മറ്റൊരു മികച്ച വീഡിയോ. ഇവരുടെ ഡോറുണ്ട്, ഫെറോ ഡോർ, അതിൻ്റെ വീഡിയോ പുറകെ വരുന്നുണ്ട്. അപ്പോൾ അതുമായിട്ട് ഞാൻ വീണ്ടും അതുവരെ അജയ് ശങ്കർ സൈനിങ് ഓഫ്, ഡോക്ടർ ഇന്ത്യ.